ബിസിനസ്സിൽ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അതിലെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ സംയുക്ത സംരംഭങ്ങൾ. അപ്പം ഈ ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ സംയുക്ത സംരംഭങ്ങളിൽ നമുക്ക് മനസ്സിലാവും, ആ ഒരു പേര് കേട്ടാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പം ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇപ്പം ഇതിനേക്കാൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾക്കുണ്ട്. വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് പാർട്ടീസ് ഓണർഷിപ്പിലുള്ള ബിസിനസ് ഉണ്ട്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഓണർഷിപ്പിലുള്ള ബിസിനസ് ഉണ്ട്, അതുപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഉണ്ട്, ചില ഗ്ലോബൽ എൻ്റർപ്രൈസസ് വെച്ചാൽ അവരെ ഓപ്പറേഷൻസ് ഒന്നോ അതിലധികമോ കൺട്രിയിൽ അവർ ഓപ്പറേഷൻസുള്ള ബിസിനസ്സുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. നമുക്കറിയാവുന്ന പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ, ഇപ്പം പറഞ്ഞ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ബിസിനസ് ഏതൊക്കെ? പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഓണർഷിപ്പുള്ള ബിസിനസ്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പുള്ള ബിസിനസ്, പിന്നെ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്. ആ പലതരത്തിലുള്ള ബിസിനസ്സിൽ ഏതെങ്കിലും രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ തമ്മിൽ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയും. വെൻ ടു ബിസിനസ് എഗ്രി ടു ജോയിൻ ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ് ഇറ്റ് ഈസ് കോൾഡ് ജോയിൻറ്റ് വെഞ്ചർ. രണ്ട് ബിസിനസ്സുകൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ എന്താക്കുന്നത്? ജോയിൻ ചെയ്യുന്നു. ഒരു എഗ്രിമെൻറ്റിലൂടെ അവർ രണ്ടാളും കൂടി ജോയിൻ ചെയ്തിട്ട് ഇവർ രണ്ടാളും ജോയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ബിസിനസ്സിനും ഒരു കോമൺ ആയിട്ടുള്ള പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എന്തുണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടായിരിക്കും രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്നത്. ആ മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ആ രണ്ട് ബിസിനസ്സിനും പ്രോഫിറ്റ് ഉണ്ടാക്കണം. അത് രണ്ട് ബിസിനസ്സിൻ്റെയും എയിമാണ്. അപ്പോൾ ആ രണ്ട് ബിസിനസ്സിൻ്റെയും എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണെങ്കിൽ ആ രണ്ട് ബിസിനസ്സും കൂടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് എന്താക്കും? അവരെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരെ എയിം. അപ്പോൾ ആ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാന്നുള്ള എയിം വെച്ചിട്ട് അവരെന്താക്കുന്നത്? രണ്ട് ബിസിനസ് കൂടിയിട്ട് ഒപ്പരം പ്രവർത്തിച്ചിട്ട് അവരെ കോമ്പറ്റീഷൻ കുറക്കുന്നത്. അങ്ങനെ അവരെ ഒരു എയിം അല്ലെങ്കിൽ രണ്ടാളെയും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് വെച്ചിട്ടായിരിക്കും ആ രണ്ട് ബിസിനസ്സുകൾ കൂടിയിട്ട് ഒരുമിച്ചാവുന്നത്. അതിനെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ളത്. വെച്ചാൽ ജോയിൻ ചെയ്യുന്നത്, രണ്ട് ബിസിനസ്സുകൾ ചേർന്ന് ജോയിൻ ഹാൻഡ്സ് വിത്ത് അനദർ ബിസിനസ്. അതായത് രണ്ട് ബിസിനസ്സുകൾ ചേർന്ന് ജോയിൻ ചെയ്യുന്നതിനെ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതിനെ നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ സംയുക്തമായിട്ട് ചെയ്യുന്നതിന് രണ്ട് സംരംഭങ്ങൾ തമ്മിൽ സംയുക്തമായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ദ റീസൺ ബിഹൈൻഡ് ദി ജോയിൻറ്റ് വെഞ്ചർ ഓഫൺ include business expansion, development of a new product or moving into new markets, particular in another country. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ എന്താക്കുന്നു? ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയ ബിസിനസ് ആകുന്നു, അല്ലെങ്കിൽ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞത് ജോയിൻറ്റ് വെഞ്ചറിന് ഒരു കോമൺ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പം പറഞ്ഞത്. എന്നാൽ ഈ ജോയിൻറ്റ് വെഞ്ചർ എന്തിനാണ് ഈ രണ്ട് കമ്പനികളിൽ കൂടി ജോയിൻറ്റ് വെഞ്ചർ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ആ കമ്പനികൾക്ക് എക്സ്പാൻഡ് ചെയ്യണം, ബിസിനസ് എന്താക്കണം, ഒന്നും കൂടി ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് അവർക്ക് രണ്ട് ബിസിനസ്സിനും ആഗ്രഹമുണ്ട്, പുതിയൊരു പ്രൊഡക്റ്റ് എന്താക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാമെന്നില്ല ഇതുകൊണ്ട് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒരുമിച്ചാവുന്നുണ്ട്. പിന്നെ ഒരു പുതിയ മാർക്കറ്റ് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ട് കമ്പനികൾ തമ്മിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നത്. അത് രണ്ട് കമ്പനി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും പറഞ്ഞില്ലേ, ആ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും എന്താക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനിയും കൂടിയിട്ട് ഒരുമിച്ച് ഒപ്പരം പ്രവർത്തിക്കുക, ഒരു കമ്പനിയായിട്ട് മാറാം. അതുപോലെ ഈ ഇന്ത്യയിലുള്ള കമ്പനിയും അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ഉണ്ടാവില്ലേ, അങ്ങനെ രണ്ട് കമ്പനീസ് തമ്മിൽ ഒരുമിച്ച് വേണമെങ്കിൽ പ്രവർത്തിക്കാം. അങ്ങനെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ ആകാം. അപ്പോൾ നമുക്ക് എന്താക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനിയും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് പുതിയ മാർക്കറ്റ് കിട്ടും. ഇന്ത്യൻ കമ്പനിക്ക് എവിടെയും മാർക്കറ്റ് ഉണ്ട്, ഫോറിൻ കൺട്രിയിൽ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. അതാണ് പറയുന്നത്, ന്യൂ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കമ്പനിക്ക്. ആ ലക്ഷ്യത്തോട് കൂടിയിട്ടും ജോയിൻറ്റ് വെഞ്ചറിൽ അല്ലെങ്കിൽ രണ്ട് കമ്പനികളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ജോയിൻറ്റ് വെഞ്ചറായി മാറുന്നുണ്ട്. അപ്പം ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് പറഞ്ഞു, ജോയിൻറ്റ് വെഞ്ചർ ഈസ് എ business agree to join together for a common purpose and a mutual benefit. It is called a joint venture.
ഇങ്ങനെ ജോയിൻറ്റ് വെഞ്ചർ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? The joint venture is the pooling of resources and expertise by two or more business to achieve a particular goal. The risk and reward of the business are also shared. എന്നുവെച്ചാൽ രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ. അപ്പം രണ്ട് ബിസിനസ്സിൻ്റെയും റിസോഴ്സസ് വെച്ചാൽ ഫസ്റ്റ് തൊട്ട് ഇവർ രണ്ട് ബിസിനസ്സായിട്ട് ഉണ്ടായതല്ലേ. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടാവും? പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ടാവും. നമുക്കറിയാം എന്തൊക്കെ റിസോഴ്സാണ് ഉള്ളത്. ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും, അത് നമുക്ക് ഫിനാൻഷ്യലി ഉള്ള റിസോഴ്സസ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സസ് രണ്ട് കമ്പനീസിലുണ്ടാവും. അപ്പോൾ ഒറ്റ കമ്പനി ആയത് രണ്ടാളും കൂടി ഒപ്പരാകുമ്പോൾ ഇവർ രണ്ടാളെ റിസോഴ്സും ആ ഒരു കമ്പനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. വെച്ചാൽ രണ്ട് കമ്പനിയാണ് ആദ്യം ഉണ്ടായത്. ആ രണ്ട് കമ്പനിക്ക് അവരുടേതായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിനി. അപ്പം ഇവർ രണ്ടാളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം ഇവർ രണ്ടാളെ റിസോഴ്സും കൂടി ആ ഒരു കമ്പനിക്കായി. അപ്പോൾ അവരുടെ റിസോഴ്സ് കൂടും. അതേ കണക്കെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവർ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം അവർക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായിട്ട് എന്തായാലും നമ്മൾ ബിസിനസ് നടത്തുന്നത് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് കിട്ടുന്നത് ഈ രണ്ട് കമ്പനിയിൽ ഒരാൾക്ക് മാത്രമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം രണ്ടാളും കൂടി ഒപ്പരം നടത്തുന്ന ബിസിനസ്സല്ലേ. അപ്പോൾ രണ്ടാൾക്കും എന്താക്കണം? പ്രോഫിറ്റ് ഷെയർ ചെയ്തെടുക്കണം. അത് കണക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമല്ല, ഓപ്പോസിറ്റായ റിസ്ക്കും സംഭവിക്കും. അപ്പം റിസ്ക്കും എന്താക്കണം? ഇവർ ഒരേപോലെ ഷെയർ ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് പറഞ്ഞു. അവരുടെ റിസോഴ്സസ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് റിസോഴ്സസ് എടുക്കുന്നതുകൊണ്ട് റിസോഴ്സസ് കൂടും. അതുകൊണ്ടൊക്കെ അവർക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഷെയർ ചെയ്തെടുക്കണം, അതേ കണക്ക് റിസ്ക് ആണെങ്കിൽ അവർ ഷെയർ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ എന്തിനാണ് ബിസിനസ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് മാറുന്നത്, രണ്ട് ബിസിനസ് കൂടി ജോയിൻറ്റ് വെഞ്ചറായിട്ട് എന്തിനാണ് മാറുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. വെച്ചാൽ രണ്ട് കമ്പനീസ് കൂടിയിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ ആയാൽ ഈ കമ്പനീസ് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവണമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ജോയിൻറ്റ് വെഞ്ചറായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ ബെനിഫിറ്റാണ് ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. ജോയിൻറ്റ് വെഞ്ചർ ലീഡ്സ് ടു pooling of financial, physical and human resources of two or more firms. It enables the joint venture company to grow and expand more quickly and to take advantages of new opportunities. നമ്മൾ പറഞ്ഞതിന് മീനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിന്, രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് രണ്ട് ബിസിനസ്സിൻ്റെയും എന്ത് കിട്ടും? റിസോഴ്സസ് ഈ ഒരു ബിസിനസ്സിൽ കിട്ടും. വെച്ചാൽ രണ്ട് ബിസിനസ്സും കൂടി ഒന്നായില്ലേ. അപ്പോൾ രണ്ടാൾ റിസോഴ്സസ് ഉണ്ടാവും ഒരാളിലേക്ക് വന്ന്. അപ്പം അവരുടെ റിസോഴ്സസ് എന്തായി? പൂളിംഗ് ഓഫ് ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഫിനാൻഷ്യലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ളതും ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ടുള്ള ഈ റിസോഴ്സസ് എന്തായി? കൂടുതലായി ആർക്ക് ഇൻക്രീസ് ചെയ്തു? ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക്. അങ്ങനെ റിസോഴ്സസ് കൂടുമ്പോഴാണ് എന്താവുക? ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ഇമ്പ്രൂവ് ആവുക, അല്ലെങ്കിൽ ഗ്രോ ചെയ്യുക. ആ കാര്യം ഇവിടെ നടക്കും. കാരണം ഇവർക്ക് എന്തായി? കൂടുതൽ റിസോഴ്സസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ഈ ജോയിൻറ്റ് വെഞ്ചർ ഓട്ടോമാറ്റിക്കലി എന്താവും? ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രോ ചെയ്യും. അവരെ കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി അവരെന്താവും? ഗ്രോ ചെയ്യും. കാരണം അവർക്ക് അത്രയും റിസോഴ്സസ് ഉണ്ട്. ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന റിസോഴ്സിനേക്കാളും എന്ത് കിട്ടി? റിസോഴ്സസ് കിട്ടി. കാരണം മറ്റൊരു ബിസിനസ്സിൻ്റെ റിസോഴ്സ് കൂടി ഇതിൽ വന്നില്ലേ. രണ്ട് ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ആവുന്ന സമയത്ത് സാധാ ഒരു ബിസിനസ്സിനേക്കാളും ഇവർക്ക് റിസോഴ്സസും കൂടും. അതവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അവർ ബിസിനസ് ഗ്രോ ചെയ്യാനും വേണ്ടി തുടങ്ങി. അപ്പം അവർക്ക് എന്താവും? സാധാ ഒരു ബിസിനസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തായാലും അഡ്വാൻറ്റേജസ് തന്നെയാണ്. സാധാ ഒരു ബിസിനസ്സിൻ്റെ സ്ഥലത്താകുമ്പോഴേക്ക് അവർക്ക് സാധാ ഒരു ബിസിനസ്സിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനേക്കാളും ഇവർക്ക് എന്തായാലും ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം അതാണ് പറയുന്നത് ഇൻക്രീസ്ഡ് റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ട് ബിസിനസ്സിൻ്റെയും റിസോഴ്സസ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റിസോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പിന്നെ സെക്കൻഡ് ബെനിഫിറ്റാണ് വരുന്നത് ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. എ ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഹെൽപ്പിംഗ് ഇൻ എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്സ്. ദ ഫോറിൻ പാർട്ട്ണർ ഫൈൻഡ് ന്യൂ മാർക്കറ്റ് ഇൻ ദി ഹോസ്റ്റ് കൺട്രി. For example, Honda formed a joint venture with the Hero Group to tap the unexploited bike market in India. രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ആ രണ്ട് ബിസിനസ്സുകൾ എന്ന് പറഞ്ഞത് ഇന്ത്യയിലുള്ള രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ തന്നെ ആവണമെന്നില്ല. ഒന്ന് ഇന്ത്യൻ കമ്പനിയും ഒന്ന് ഫോറിൻ കമ്പനിയും ആവാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്
വെച്ചാൽ ഇന്ത്യത്തെ 2 കമ്പനിയും അല്ലാണ്ട് ഒരു ഇന്ത്യൻ കമ്പനിയും ഒരു ഫോറിൻ കമ്പനിയും ആകുന്ന സമയത്ത് ഈ കമ്പനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, പുതിയൊരു മാർക്കറ്റ്. ഇപ്പം ഇന്ത്യൻ കമ്പനി ആകുന്ന സമയത്ത് ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനി ആക്കുന്ന സമയത്ത് ഇവർക്ക് ഫോറിൻ കമ്പനിയിൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ എന്ത് കിട്ടും, മാർക്കറ്റ് കിട്ടും. ഇവരുടെ പ്രൊഡക്റ്റ് ഫോറിൻ കൺട്രിയിലും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ കണക്കെ ഇന്ത്യൻ കൺട്രിയിലും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പുതിയ ഒരു മാർക്കറ്റ് കൂടി എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പുതിയ മാർക്കറ്റ് കൂടി അവർക്ക് ആക്സസ് ചെയ്യാം. ഇന്ത്യയിൽ മാത്രമല്ല അവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റുക, അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റൽ, പകരം അവർക്ക് മറ്റൊരു കൺട്രിയിലും കൂടിയിട്ട് വെച്ചാൽ വേറൊരു കൺട്രിയിലത്തെ കമ്പനി കൂടിയല്ലേ ഇവരെ ജോയിൻ വെഞ്ചർ ആവുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ കൺട്രിയിൽ കൂടി ഇവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഈ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എത്രത്തോളം ഇവർക്ക് ഉപകാരമാണെന്ന് നമുക്കറിയാം. കാരണം അവർക്ക് കൂടുതൽ സെയിൽ കൂടുകയും ചെയ്യും. കാരണം ഇവിടെ ഇല്ലതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ സെയിൽ അവിടെ കിട്ടാം. അല്ലെങ്കിൽ സാധാ ഒരു കമ്പനിക്ക് ഇവിടെ മാത്രമല്ലേ സെയിൽ നടത്താൻ വേണ്ടി പറ്റും, ഇവർക്ക് പുറത്തും കൂടി സെയിൽ നടത്താൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് അതെന്തായാലും ഉപകാരം മാത്രമേ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ബൈക്ക് കമ്പനി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഹീറോ ഹോണ്ട എന്ന് പറയുന്നത് ഒരു കമ്പനി, ഫസ്റ്റ് 2 കമ്പനിയാണ് ഉണ്ടായിന്, ഹീറോയും ഹോണ്ടയും. ഹീറോ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയും ഹോണ്ട എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയുമാണ് ഉണ്ടായത്. അപ്പം ഈ ഹീറോ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഹോണ്ട എന്ന് പറയുന്ന കമ്പനിയും കൂടി ഒരുമിച്ച് ജോയിൻ വെഞ്ചർ ആയതിനു ശേഷം ഇവർക്ക് വെച്ചാൽ ഫോറിൻ കമ്പനിയിൽ അവർക്ക് അവിടെ കൂടി ബൈക്കിൻ്റെ മാർക്കറ്റ് കിട്ടി. ഇന്ത്യൻ കമ്പനിയിൽ കൂടി ഇന്ത്യൻ കൺട്രിയിൽ കൂടി എന്ത് കിട്ടി, പുതിയൊരു മാർക്കറ്റ് കൂടി കിട്ടി. അത് അവരെ സെയിൽസ് ഇൻക്രീസ് ചെയ്യിച്ചിട്ടുള്ളൂ. അപ്പം അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ആക്സസ് ടു ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന്. ചില ജോയിൻ വെഞ്ചർ ആയതോട് കൂടി അവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഒരു പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. ചില ഇവിടെ 2 ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ കമ്പനിയും ഒന്ന് ഫോറിൻ കമ്പനിയാണ്. അപ്പം നമുക്ക് ആ ഉള്ള രാജ്യത്തല്ലാണ്ട് പുറത്തുള്ള രാജ്യത്തും എന്ത് കിട്ടുന്നുണ്ട്, ന്യൂ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ബെനിഫിറ്റാണ് ആക്സസ് ടു ടെക്നോളജി. Joint venture provides access to advanced techniques of production. It saves a lot of time, energy and investment as there is no need to develop on technology. It also helps in providing superior quality product. നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആവശ്യമാണ്. നല്ല അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വേണം. അപ്പം നമുക്ക് ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ജോയിൻ വെഞ്ചർ ആയ സമയത്ത് ഉണ്ടാവും. സാധാ ഒരു ബിസിനസ്സിനെക്കാളും ജോയിൻ വെഞ്ചറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്കെ ഒരു ഫോറിൻ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും കൂടിയിട്ട് ഒരുമിച്ചാണ് ജോയിൻ വെഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫോറിൻ ആയിട്ടുള്ള കമ്പനിക്ക് അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ടാവും. അപ്പം അത് നമുക്ക് ഓൾറെഡി എന്താവും കിട്ടും. രണ്ടാളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം അവരെ ടെക്നോളജീസൊക്കെ നമ്മളെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ 2 കമ്പനീസ് ടെക്നോളജീസ് ഒരുമിച്ചല്ലേ, അപ്പോൾ നല്ല ടെക്നോളജീസ് അവരെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി എന്താക്കേണ്ട, ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അവരെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ചെറിയ സമയത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് ലോട്ട് ഓഫ് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനർജിയും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് അതും നമ്മളെ എന്താക്കും, ഈ ബിസിനസ്സിന് ഉപകാരമാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള 2 ബിസിനസ്സുകൾ തമ്മിൽ ജോയിൻ വെഞ്ചർ ആയ സമയത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 5ാമത്തെ ബെനിഫിറ്റാണ് ഇന്നോവേഷൻ. ജോയിൻ വെഞ്ചർ പ്രൂവ്സ് ടു ബി very useful in providing new and innovative products to come up to the expectations of customers. Foreign partners in joint ventures often have new ideas and technology to develop innovative products. ജോയിൻ വെഞ്ചർ എന്താക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ പുതിയതായിട്ടുള്ളതും അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും, പുതിയത് മാത്രമല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ജോയിൻ വെഞ്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറിൻ പാർട്ട്നേഴ്സുമായിട്ട് ഇവർ അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസുമായിട്ട് ജോയിൻ വെഞ്ചർ ആകുന്ന സമയത്ത് അവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, പുതിയ സാങ്കേതിക വിദ്യകൾ വെച്ചാൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഉള്ള പ്രൊഡക്റ്റിനെ ഒന്നുകൂടി ഇന്നോവേറ്റീവായിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അവർക്കുണ്ടാവും. വെച്ചാൽ അവർക്ക് പുതിയ ഐഡിയാസും അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസും ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോറിൻ പാർട്ട്നേഴ്സിന്. അല്ലെങ്കിൽ നമ്മളെ ഫോറിൻ കമ്പനി ഇല്ലേ അവർക്ക് എന്താണ്
നമ്മൾ ഇന്ത്യൻ കമ്പനിയേക്കാളും കുറച്ചുകൂടി അവർക്ക് കൂടുതൽ ഐഡിയ കൂടുതലായിരിക്കും, അതാണെങ്കിൽ അവർക്ക് ടെക്നോളജീസും കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് നമ്മൾ സാധാ കൊടുത്തു പോകുന്ന പ്രൊഡക്റ്റിനേക്കാളും കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കസ്റ്റമേഴ്സിന് എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു ഹെൽപ്പാണ്, അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ബെനിഫിറ്റാണ് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വെൻ 2 firms join together, they can operate on a large scale and get a benefit of economies of scale. Cost of raw materials and labor, technically qualified workforce are comparatively low in India. As a result, many international companies enter into joint venture with Indian companies to take advantage. രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ എന്തായാലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് എന്തായാലും ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല അവരുണ്ടാക്കുക, കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. എന്നുവെച്ചാൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എന്തുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് എന്തും കുറവായിരിക്കും, കോസ്റ്റും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതാണൊക്കെ നമ്മളിപ്പം ഇന്ത്യൻ കമ്പനിയും ഒരു ഫോറിൻ കമ്പനിയും കൂടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചാൽ ഇന്ത്യയിൽ റോ മെറ്റീരിയലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ ആയിക്കോട്ടെ, ടെക്നിക്കലി ക്വാളിഫൈഡ് വർക്കിൻ്റെ ആയിക്കോട്ടെ, ഒക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. ബാക്കിയുള്ള കൺട്രീനെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ റോ മെറ്റീരിയൽസിനും ലേബേഴ്സിനും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനൊക്കെ ഇവിടെ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ ലോ കോസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേറൊരു രാജ്യത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേറൊരു കൺട്രിയിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇല്ലിനേക്കാളും കോസ്റ്റ് ഉണ്ടാവും. അപ്പം ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനിയും കൂടിയിട്ട് ഒരുമിച്ച് ജോയിൻ വെഞ്ചർ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ കൺട്രിയിൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് എന്താക്കുക, ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇവിടെ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ്. അതുകൊണ്ട് എന്താക്കും, ഈ ഫോറിൻ കമ്പനീസ് ഇന്ത്യൻ കമ്പനിയായിട്ട് എന്താക്കും, ജോയിൻ വെഞ്ചറിൽ വരും അല്ലെങ്കിൽ ജോയിൻ ചെയ്യും ഒപ്പരം. കാരണം അവർക്ക് ഈ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി. കാരണം വേറെ രണ്ട് ഫോറിൻ കമ്പനീസ് ഒപ്പരായാൽ അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തായാലും കൂടും. പക്ഷേ ഒരു ഇന്ത്യൻ കമ്പനിയും വേറൊരു ഫോറിൻ കമ്പനിയും കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. ബേസിക്കലി നോക്കുന്ന സമയത്ത് അവർക്ക് കുറവായിരിക്കും. കാരണം ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ്. ഇന്ത്യയിൽ ലേബറിനും റോ മെറ്റീരിയലിനൊക്കെ കോസ്റ്റ് കുറവായതുകൊണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് ലാഭമായിരിക്കും. അതാണ് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം. Joint venture with a well-established company having good brand name helps to get the benefit of goodwill to the other company. It saves a lot of investment in developing a brand name for the product, as there is a ready market waiting for the product to be launched. ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒരുമിച്ചാകുന്ന സമയത്ത് ഇവിടെ ഇല്ല രണ്ട് ബിസിനസ്സിൽ ഒരു ബിസിനസ്സിൽ ഓൾറെഡി നല്ല ബ്രാൻഡ് നെയിമാണ് ഉള്ളത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു പേര് കേട്ടാൽ തന്നെ നമ്മൾ എന്താക്കും, അത് വാങ്ങും. അങ്ങനെയുള്ള ഒരു ബ്രാൻഡ് നെയിമുള്ള ഒരു കമ്പനീൻ്റെ ഒപ്പരമാണ് വേറൊരു കമ്പനി ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഓൾറെഡി ഉള്ള ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ട് മറ്റേ ബിസിനസ്സിനും ഉണ്ടാവും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി നല്ല ബ്രാൻഡ് നെയിമുള്ള കമ്പനിയാകുന്ന സമയത്ത് അതിൻ്റെ ഒപ്പരം സാധാ ഒരു കമ്പനി ഒപ്പരം ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താവും, അവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. കാരണം മറ്റേ ബിസിനസ് എന്താണ്, ഓൾറെഡി നല്ല ബ്രാൻഡ് നെയിമിലുള്ളതാണ്. അപ്പം ഇവർക്കും ഇപ്പം വന്ന കമ്പനിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അവർക്ക് ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ ഡെവലപ്പിംഗ് ബ്രാൻഡ് നെയിം വെച്ചാൽ പുതിയൊരു ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമില്ല. കാരണം അവർക്ക് ഓൾറെഡി മറ്റേ കമ്പനിക്ക് ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ട് ആ ബ്രാൻഡ് നെയിം ഉണ്ടാക്കുന്ന കോസ്റ്റ് അവർക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. വെച്ചാൽ രണ്ട് കമ്പനീസ് തമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കമ്പനിക്ക് ഓൾറെഡി ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ മറ്റേ കമ്പനിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാരണം രണ്ട് കമ്പനീസ് കൂടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് രണ്ടാൾക്കും ബ്രാൻഡ് നെയിം വേണ്ട. ഒരാൾക്ക് ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം മറ്റേ ആൾക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പം അവർക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ഇറക്കിയാൽ അതിന് അത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇവർക്ക് ബ്രാൻഡ് നെയിം ഉള്ളതുകൊണ്ട് ആ പ്രൊഡക്റ്റ് എന്തായാലും ചിലവായി പോകും. അപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് നെയിം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എന്തായാലും ജോയിൻറ്റ് വെഞ്ചറിൽ ഒരാൾക്ക് ബ്രാൻഡ് നെയിം ഉള്ളതുകൊണ്ട് ആവശ്യം ഉണ്ടാവില്ല.